நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഡ്രസ്സിൽ വീണു അല്ലേ? ജോലി ചെയ്യുമ്പോ കുറച്ചുകൂടെ സൂക്ഷിക്കണ്ടേ കുഞ്ഞാറ്റെ? ഞാൻ ഇങ്ങനെ അറിഞ്ഞോണ്ട് ചെയ്യുന്ന മോന് തോന്നുന്നുണ്ടോ? മഞ്ജു ഇതുവഴി പോകുന്ന ഞാൻ കണ്ടേ ഇല്ല. എന്നാലും മുന്നിലൂടെയല്ലേ ഞാൻ പോയത്? അയ്യോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ജോലി ചെയ്യുമ്പോഴേ ഞാൻ അതിൽ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. അതാ പറ്റിയത്. നീ വെക്കോ, സ്റ്റേഷനിൽ ലേറ്റ് ആവാൻ നിൽക്കണ്ട. അതൊന്നും സാരമില്ല. എനിക്ക് വേണ്ടിയല്ലേ ഡ്രസ്സില് അഴുക്ക് വെള്ളം ആക്കിയത്. ഞാൻ ഈ ഷർട്ട് കഴുകിത്തരാം. അതൊന്നും വേണ്ട. വേണം, വാ വരാൻ. വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ ആയല്ലോ. ഇനി അവിടെ എന്തൊക്കെ നടക്കുന്നു. ഗിരേട്ടാ, ആ ഷർട്ട് മോരിത്ത. ഗിരേട്ടാ, തീരം താരാട്ടും കാലം മൂളും താരം കാതോർക്കും അല പോലവൾ വല നെയ്തൊരു സ്വപ്നം മിഴിമൂടുമി നേരം ഇരുൾ വീശുമി നേരം മായുമോ മാറുമോ കാനൽ കാർമേഘം വാനം ചായും തീരം താരാട്ടും. ഗിരേട്ടാ, എനിക്ക് ഓഫീസിൽ പോണം. ഷർട്ട് താ. പോണോ? താരം കാതോർക്കും. വാ ഗിരേട്ടാ, ഞാൻ വേറെ ഷർട്ട് എടുത്തുതരാം. ഓ, പോലീസ് യൂണിഫോമിനോട് ഇത്രയും ദേഷ്യമുള്ള ആളാണോ അതിൽ ചെളിയാവാതിരിക്കാൻ ഇത്രയും പാടുപെട്ടത്? ഞാൻ എന്റെ ഭാര്യയുടെ ദേഹത്ത് ചെളിയാവാതിരിക്കാൻ വേണ്ടിയാ നോക്കിയത്. നിന്റെ ദേഹത്തായതുകൊണ്ട് മാത്രം ആ യൂണിഫോം രക്ഷപ്പെട്ടു. ജീവാംശമായി
താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിൽ ഒളിച്ച മോഹം പൊൻവേലിയായി വളർന്നേതാ. മഴ പോലെ എന്നെ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു. അരവിന്ദാക്ഷൻ സാറാ? ഹലോ സാർ, ദാ എത്തി. 10 മിനിറ്റ്. സ്റ്റേഷനിൽ നിന്നാ. പെട്ടെന്ന് എനിക്ക് സ്റ്റേഷനിൽ എത്തണം. രാവിലെ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യാനുണ്ട്. ഞാനില്ലെങ്കിൽ നടക്കില്ല. ഞാൻ പോയിട്ട് വരാം. ശരി.